നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ വരികയും വന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി റൂമിലോട്ട് അകത്ത് കയറാൻ വേണ്ടി വന്നപ്പോൾ സെക്യൂരിറ്റി കയറാൻ പാടില്ല എന്ന് വളരെ മോശമായിട്ടുള്ളൊരു രീതി. അപ്പോൾ ഞാൻ ഒത്തിരി ബലം പ്രയോഗിച്ച് അകത്ത് കയറി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്തിരി എമർജൻസിയാണ്, പെട്ടെന്ന് നിങ്ങൾ ECG എടുക്കണം. ECG എടുക്കാൻ വേണ്ടി ECG റൂമിൽ പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ചാലേ ECG എടുക്കുകയുള്ളൂ. രണ്ടാം ഡോക്ടർ എഴുതി തന്ന് ECGയിൽ വന്നപ്പോൾ തിരിച്ച് പൈസ അടച്ചാലേ ECG എടുക്കുകയുള്ളൂ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായി വന്നയാൾ ക്യൂവിൽ നിൽക്കവേ കുഴഞ്ഞു വീണ് മരിച്ചു. ഡോക്ടറെ അടിയന്തരമായി കാണണമെന്നാവശ്യപ്പെട്ടിട്ടും സെക്യൂരിറ്റി ജീവനക്കാരൻ കയറ്റിവിട്ടില്ലെന്ന് പരാതി. ഇന്ന് വൈകിട്ട് 6:45 നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിയ കൂട്ടപ്പന സ്വദേശി 52 വയസ്സുള്ള രാജേഷ് കുമാറാണ് മരിച്ചത്. കഠിനമായി നെഞ്ചുവേദന എടുക്കുന്നുവെന്ന് പറഞ്ഞിട്ടും ഡോക്ടറെ കാണാൻ കൃത്യസമയത്തിന് അനുവദിച്ചില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ECG എടുക്കുന്നതിനും പണമടച്ച ശേഷമേ ECG എടുക്കൂ എന്ന് ജീവനക്കാർ പറഞ്ഞതായി ആക്ഷേപമുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു സന്ധ്യ കൂടെ നടന്നൊരു സംഭവമാണ്. നമ്മുടെ കൂട്ടപ്പന വാർഡിലെ ഒരു പേഷ്യൻ്റ് അടിയന്തരമായിട്ട് നെഞ്ചുവേദനയായിട്ട് നെയ്യാറ്റിൻകര ഈ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് വേറൊരു കൂട്ടിന് ഒരാളെയും കൂടി വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് അയാൾ വളരെ നല്ല നെഞ്ചുവേദനയായിട്ട് ഇവിടെ വരുന്ന സമയത്ത് അയാൾ പറഞ്ഞു എനിക്ക് നല്ല നെഞ്ചുവേദനയാണ്, ഡോക്ടർ വന്ന് കാണണം. അപ്പം അവർ ക്യൂ ഉണ്ട്, കുറച്ച് പേഷ്യൻ്റ് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ക്യൂ നിൽക്കാൻ പറ്റില്ല, എനിക്ക് അടിയന്തരമായിട്ട് ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഈ സെക്യൂരിറ്റി രണ്ട് സെക്യൂരിറ്റിമാരുണ്ട്, അവർ പറഞ്ഞു ക്യൂവിൽ കയറാൻ പറ്റില്ല, ക്യൂവിൽ ഒന്നേ കയറാൻ പറ്റുള്ളൂ, ഡോക്ടറെ കാണാൻ പറ്റില്ല, എത്രയും പേഷ്യൻ്റ് ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ആ സമയത്ത് ഇയാൾ വീണ്ടും പറയാണ് എനിക്ക് നെഞ്ചുവേദന കൂടി വരെയാണ്, ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു അങ്ങോട്ട് കസേര മാറിയിരിക്കാൻ പറഞ്ഞു. അയാൾ കസേര ചെന്നിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഒന്ന് ECG എടുക്കണം, അടിയന്തരമായിട്ട് ചികിത്സ തേടിയേ പറ്റുള്ളൂ. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ അവിടെ കുഴഞ്ഞു വീഴുന്ന് മരിക്കുകയാണ് ചെയ്തത്. രാജേഷ് കുമാർ എന്ന് പറഞ്ഞ കൂട്ടപ്പന വാർഡിലെ ഒരു പേഷ്യൻ്റാണ്, 54 വയസ്സായി. റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഡെക്കറേഷൻ കടയുടെ തൊഴിലാളിയാണ് മരിച്ച രാജേഷ്. ആശുപത്രിയുടെ വീഴ്ച ആരോപിച്ച് പൊതുപ്രവർത്തകർ ആശുപത്രിയിൽ പ്രതിഷേധം നടത്തി. സെക്യൂരിറ്റി ജീവനക്കാരനെ അന്വേഷണത്തിന്റെ ഭാഗമായി മാറ്റി നിർത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ജോയ് ജോൺ അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. സെക്യൂരിറ്റിയുടെ ഒരു ഭാഗത്തുനിന്നുള്ള വീഴ്ച എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ആ സെക്യൂരിറ്റി സ്റ്റാഫിനെ മാറ്റി നിർത്താനായിട്ട് നടപടിയുണ്ട്. നമുക്ക് വളരെ തിരിച്ചു വരുത്തിയാലേ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ അത് നാളെ തന്നെ ബാക്കി നടപടി ചെയ്യുന്നത്.